ഓം സ്വാമിയേ ശരണയ്യപ്പ. വാളിയപ്പുറത്തമ്മ ദേവി ലോകമാതാവേ ശരണയ്യപ്പ. ശ്രീ മഹാദേവിയേ നമ. ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ജാനകീ ജീവനസ്മരണം ജയ ജയ രാമ രാമ. നമ പാർവതീപദേ. ഹര ഹര മഹാദേവ. രാമായണത്തെക്കുറിച്ചിട്ട്, അതിൽ വിശേഷിച്ചും അധ്യാത്മരാമായണത്തെക്കുറിച്ചിട്ട്, ആ കഥകൾക്ക് ഉപരിയായിട്ട് കഥകളിലൂടെ അന്തർലീനമായിട്ടുള്ള തത്വനിരൂപണത്തെ നമുക്കൊന്ന് പഠിക്കാൻ ശ്രമിക്കാം എന്ന് വിചാരിക്കുന്നു. പൗരാണികരായിട്ടുള്ള ഋഷീശ്വരന്മാർ നമുക്ക് നൽകിയിട്ടുള്ള രണ്ട് മഹത്തായിട്ടുള്ള ഇതിഹാസ മഹാപുരാണങ്ങളാണ് രാമായണവും മഹാഭാരതവും. അത് പലർക്കും ഒരു തെറ്റിദ്ധാരണയുള്ളത് വാൽമീകി രാമായണത്തിന്റെ മലയാള പരിഭാഷയാണ് അധ്യാത്മരാമായണം എന്നുള്ളതാണ്. എന്നാൽ അങ്ങനെയല്ല. വാൽമീകി രാമായണം 24,000 ശ്ലോകങ്ങളിലൂടെയാണ് വാൽമീകി മഹർഷി രചിച്ചിട്ടുള്ളത്. അതിന്റെ അധ്യാത്മഭാവത്തെ മാത്രം ഉൾക്കൊണ്ടുകൊണ്ട് ചുരുക്കി വെറും 6-1 ചുരുക്കി 4,000 ശ്ലോകങ്ങളിലൂടെയാണ് അധ്യാത്മരാമായണം രചിക്കപ്പെട്ടിട്ടുള്ളത്. അത് വേദവ്യാസ മഹർഷിയാണ് എഴുതിയിട്ടുള്ളത്. അതിന്റെ മലയാള പരിഭാഷയായിട്ട് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ എഴുതിയിട്ടുള്ള അധ്യാത്മരാമായണമാണ് കേരളത്തിലെ പ്രചാരം നേടിയിട്ടുള്ളത്. നമ്മളെല്ലാവരും പാരായണം ചെയ്യാറുള്ളത്. രാമായണത്തില് നമ്മൾ ഒരു മാസം തന്നെ നീക്കി വച്ചിട്ടുണ്ട്, കർക്കിടക മാസം. എന്നാൽ അതുകൊണ്ട് രാമായണ കഥകൾ നമുക്ക് കൂടുതൽ അറിയാം, തത്വങ്ങൾ മാത്രമേ അറിയാവുള്ളൂ. ആ തത്വനിരൂപണം നമുക്കിവിടെ ചെയ്യാം. അതേപോലെ തന്നെ മഹാഭാരതവും, ചിലർക്കൊരു തെറ്റിദ്ധാരണയൊക്കെ ഉണ്ട്, മഹാഭാരതം ഗൃഹങ്ങളിൽ സൂക്ഷിക്കാൻ പാടില്ല എന്ന് തന്നെ. അത് തികച്ചും തെറ്റായിട്ടുള്ള ഒരു ധാരണയാണ്. മഹാഭാരതം ഗൃഹത്തിൽ സൂക്ഷിച്ചാൽ കലഹമുണ്ടാവും എന്നൊക്കെയാണ് ചിലരുടെയും തെറ്റിദ്ധാരണ. എന്നാൽ ഒരു മനുഷ്യജീവൻ അല്ലലും അലട്ടുമില്ലാതെ ജീവിച്ച് പ്രതിസന്ധികളെ തരണം ചെയ്ത് എങ്ങനെ വിജയത്തിലെത്താം എന്ന് നമ്മളെ പഠിപ്പിക്കുന്ന ബൃഹത്തായിട്ടുള്ള ഗ്രന്ഥമാണ് മഹാഭാരതം. അത് നമുക്ക് രാമായണത്തിന് ശേഷം പഠിക്കാം. ഏതായാലും ഈ രാമായണ തത്വശ്രവണം എല്ലാവരും ശ്രവിക്കുക, പഠിക്കുക, കേൾക്കുക, അനുഗ്രഹീതരാകുക. സ്വാമിയേ ശരണയ്യപ്പ. വാളിയപ്പുറത്തമ്മ ദേവി ലോകമാതാവേ ശരണയ്യപ്പ.